അവിടെ ആർമി ക്ലോസ് ചെയ്തിട്ട് നമ്മളങ്ങ് കയറ്റി വിടുമെന്ന് അറിയില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. No, there is a تقول سأذهب ثم أعود. ايه ما يصير. no for Saddam grave. نعم نعم تيجي شو قبل. I'm Najinoshi, homemaker, mother of 5, a female solo traveler with lots of passion to explore the new destination. I'm from Kerala, India. I traveled across 10th country with my Mahindra Thar van life overlanding. I'm an adventure lover, exploring the places, experiencing the people, meeting different types of adventures, crossing the country borders are makes my travel. Let's travel together, let's explore. നമ്മൾ തിക്രീത്ത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ നേരം ഡ്രൈവ് ചെയ്യുന്ന ഇനി എത്തുന്നില്ല. സൗദിയിലെല്ലാം 1800 കുറേ നമ്മൾ ഓടിച്ചിന് 2-3 മണിക്കൂറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഭയങ്കര ഇടങ്ങേറാണ്. ഇതൊരു മടുപ്പ് വരുന്നു വണ്ടി ഓടിച്ചിട്ട്. എർബിലിൽ കുറച്ചെല്ലാം റോഡുണ്ട്, പക്ഷേ അങ്ങനെ സ്പീഡിൽ പോകാൻ കഴിയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് പോസ്റ്റും ഭയങ്കര ട്രാഫിക്കും എല്ലാം ആയിട്ടൊരു രസമില്ല. ഇതാണ് കിർക്കുക്ക് എന്ന് പറഞ്ഞ സ്ഥലം. കിർക്കുക്ക് അത്യാവശ്യം നല്ല ടൗൺ തന്നെയാണ്. ഇവിടെ ഒരു എയർപോർട്ടെല്ലാം ഉണ്ട് ഇവർക്ക്. എർബിൽ പോകണമെങ്കിൽ യൂട്ടേൺ എടുക്കണം. നല്ല രസമുണ്ടല്ലോ അല്ലേ ഈ ടൗൺ. നമ്മൾ ഇനി എത്തിയിട്ടില്ല കേട്ടോ. ഇനി എത്ര മണിക്കൂറാണെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ 2 മണിയാകാനായി. നമ്മൾ പോകാൻ പോകുന്ന ഈ തിക്രീത്തിൽ സദ്ദാം ഹുസൈൻ്റെ ബർത്ത് പ്ലേസാണ്, ജനിച്ച സ്ഥലമാണ്. അത് കൂടാണ്ട് ഈ സദ്ദാം ഹുസൈൻ മരിച്ച സമയത്തുണ്ട്, തൂക്കിക്കൊന്ന സമയത്ത് ഫസ്റ്റ് ബാഗ്ദാദിലെ ഒരു കടൽത്തീരത്തായിരുന്നു മറവ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് അവിടുന്ന് മയ്യത്തെടുത്തിട്ട് ഈ പറഞ്ഞ തിക്രീത്ത് തന്നെ കൊണ്ടുവന്ന് കവറെടുക്കി എന്നാണ് പറയുന്നത്. പക്ഷെ ആരും ഇതേവരെ അതിന് കറക്റ്റായിട്ട് ഒരു ആൻസർ പറയുന്നില്ല. ഞാനിപ്പം അതും അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ തിക്രീത്തിൽ എവിടെയാന്ന് പോലും അറിയില്ല. ഇനി ആടെ പോയിട്ട് വേണം അന്വേഷിക്കാൻ. പിന്നെ ഈ പോകുന്ന സ്ഥലത്ത് IS, അതായത് 2004 IS ആയിട്ടുള്ള ഒരു യുദ്ധത്തിൽ അവിടെ കുറേ കെട്ടിടങ്ങൾ തകർന്നു പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിയായിട്ടൊന്നും ഇല്ലാന്ന് പറയുന്നത്. ഇനിയിപ്പം പോയി നോക്കണം അവിടെ എന്താ ഉള്ളത് എന്താ ഇല്ലാത്തതെന്നല്ലോ. We are going to Tikrit for Saddam's history. Many people told me about there is no body of Saddam Hussein in Tikrit, but Tikrit is Saddam Hussein's birthplace, and I am traveling more than 500 kilometers for nobody know about Saddam's body and സദ്ദാം ഹുസൈൻ മജീദ് അൽ തിക്രീത്തി 937 ഏപ്രിൽ 28 തിക്രീത്തിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ അൽ ഔജയിലാണ് അൽ അബൂ നസീർ ഗോത്രത്തിലാണ് സദ്ദാം ഹുസൈൻ്റെ ജനനം. അൽ ബെജദ് കുലത്തിൽ ഹുസൈൻ ആബിദ് അൽ മജീദിൻ്റെയും സുബ തുൽഫയുടെയും മകനായി ജനിച്ചു. സദ്ദാമിൻ്റെ ഗോത്രം ഹുസൈൻ ഇബ്ന് അലിയുടെ വംശജനായ സയ്യിദ് അഹമ്മദ് നസീറുദ്ദീൻ ബിൻ ഹുസൈൻ എന്നിവരിൽ നിന്നാണ് ഉണ്ടായെന്ന് ചരിത്രം പറയപ്പെടുന്നു. ഇറാഖിൻ്റെ പ്രസിഡന്റായും പ്രധാനമന്ത്രിയായും ഇറാഖിനെ ലോകത്തിനു മുന്നിൽ നയിച്ച വിപ്ലവ സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടിയുടെ പ്രധാന അംഗമാണ് സദ്ദാം. സദ്ദാമിനെ തേടിയുള്ള എൻ്റെ യാത്രയിൽ തിക്രീത്തിൻ്റെ ചെക്ക് പോസ്റ്റിലേക്ക് ഞാൻ പ്രവേശിച്ചു.
يا كرة كاكا مسارات نبيتك كام. السلام عليكم. هذا الشهر أجنبي شو السلام عليكم. From India. بطبقنا هناك. Yeah. This is Mulkiya? ملكية كار Car. تمام عندي قاعد ഓക്കെ പാസ്പോർട്ട് അവിടെ ഒന്നിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. We are in Tikrit checkpost. They're checking my passport. I need to wait here. Yeah. What is it? كم إن كابتن يو أوكي Why? No go Tikrit? يو كم بس سبيك يو Okay. بلا كم هي تمام okay. كابتن For captain? ها Captain? كابتن برا Police? بوليس ഓക്കെ പോലീസിൻ്റെ അടുത്ത് പോകണമെന്നെല്ലാം പറയുന്നുണ്ട്. ക്യാപ്റ്റൻ വിളിക്കുന്നുണ്ട്. വണ്ടി തിരിച്ചു പോകാൻ പറയുന്നുണ്ട്. നോക്കട്ടെ എന്താണ്. ഇവർക്കിനി എന്തെല്ലാം അറിയണ്ടേ. ഫോണെടുത്ത് പോകണ്ട. ഫോണെടുത്ത് പോകണമെങ്കിൽ പണി കിട്ടും. പണി. തിക്രീത്തിൽ ഭയങ്കര ആർമി ഒക്യുപ്പൈഡ് ഏരിയ ആണ്. ഇവിടെ അങ്ങനത്തെ ആളെയൊന്നും കയറുള്ളൂ. പിന്നെ ഇവിടുത്തെ ലോക്കൽ വണ്ടികൾ ഓക്കെ. പക്ഷെ ഞാൻ പുറത്തുനിന്ന് വന്നൊരു വണ്ടിയല്ല. അപ്പോൾ അവർക്ക് ചെക്കിങ് കുറച്ച് കൂടുതലാണ്. ഇനി ഇയാൾ പറഞ്ഞ് നമുക്കെന്തെങ്കിലും മനസ്സിലാവാം. സദ്ദാമിന് നോക്കി പോയിട്ട് നമ്മൾ ഇവിടെ ബൈക്കാവും. യു കൊല്ലു ലൈക്ക് അമിതാഭ് ഷാറുഖ് ഖാൻ. No. Actually, I came from Kuwait. Then like Qatar, Saudi, Bahrain, everything. And also I came for Iraq. Then we'll go Turkey, Georgia, Russia, China, then India. It's a lot of countries. Yeah. You enjoy it? Yeah, me alone. Your friend, No friends. Alone with my Sierra. You too, when? Kadim, passport Kadim. One passport old. You just only in the car? Only one, yeah. Yeah. Because Iraq good. I don't afraid. I'm safe. بحدا بالسيارة. يا سيدي ايه بحدا. وعدة أنا عبالي اثنين أبو علي قال You are mine. You don't scare? No, because Iraq good country. Iraq people, police, army, You everything. are Islamic Christian? Muslim. No. Yeah. Your husband, your Okay. قولي لا تشتري ترى ممنوع. Ready to go. Please hold. No. This army flag. Okay. This army flag. This for Iraq. Iraq. This is Iraq flag. Yes. Okay, and You this don't know Iraq flag? Yeah, I know. برمجة صار معنا This باجي for Kirkuk. Kirkuk flag. Okay. والله باخ ينعل أجدادي شكرا. بنتزوجها. دزع بينك بزنجر هذا على الأقل. رمضان بس Yeah. Because Shia. عشية شيعة Okay. Sunni today, Shia tomorrow. Tomorrow. So I got my صايم passport. لعشرين ശുക്രൻ. Goodbye. ബൈ. سيد അവരൊന്നും പറഞ്ഞില്ല കേട്ടോ. അവരുള്ളിൽ പോയിട്ട് ക്യാപ്റ്റനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. ഒറ്റക്കാനോ ട്രാവൽ ചെയ്യുന്ന തിരിച്ച്. അങ്ങനെ ഇതാ ഈ പോലീസിന്റെ നടുക്ക് നമ്മളെ കിട്ടി. റെഡി 1 2 3. ബൈ. താങ്ക് യു. ശുക്രൻ. ബൈ. അല്ലാഹ് മാഫിക് ഇറാഖ്. ശുക്രൻ. ബൈ. يا هلا هندي يا هندي جاي هنا باي
ശുക്രൻ ശുക്രൻ, ബൈ ബൈ, അല്ലാഹ് മാഫിക് ഇറാഖ്. ഞാൻ വിചാരിച്ചു ഇവര് ഭയങ്കര കണ്ണാണ് കൊണ്ടുപോയിട്ട് അവരവിടെ പിടിച്ചു വെച്ച് കുറെ സമയം. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നോക്കുമ്പോൾ നിങ്ങളെ പാസ്പോർട്ട് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോ, പിന്നെ തിക്രീത്ത് പോയിട്ട് എന്താ പരിപാടി. ഞാൻ സദ്ദാമിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ മക്കളെ ഞാൻ പേടിച്ചുപോയി. ഞാൻ വിചാരിച്ചു ഇവര് ഭയങ്കര കണ്ണാണ് കൊണ്ടുപോയിട്ട് അവരവിടെ പിടിച്ചു വെച്ച് കുറെ സമയം. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾ പാസ്പോർട്ട് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോ, പിന്നെ തിക്രീത്ത് പോയിട്ട് എന്താ പരിപാടി. എന്റെ മക്കളെ ഞാൻ ശരിക്കും പറഞ്ഞാലേ എന്നെ അവർ ഉള്ളിൽ കൊണ്ട് ചേർന്ന് തിരുക്കത്തിൽ എന്തിനാ പോകുന്നത്, എന്താ കാര്യം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് കാണാൻ. നിങ്ങളെ ജോലി എന്താ? ഞാൻ പറഞ്ഞു ജോലി എന്നല്ല, ഞാനിങ്ങനെ ഓരോ രാജ്യങ്ങൾ ഇങ്ങനെ കാണുന്നതാ. അപ്പൊ അവിടെ ഇരിക്കുന്ന ക്യാപ്റ്റന് കുറച്ച് ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഓരോ രാജ്യത്ത് പോയിട്ട് അവരിങ്ങനെ ആ രാജ്യത്തെ കുറിച്ച് ഇങ്ങനെ എഴുതല, റൈറ്ററാന്ന് പറഞ്ഞു. യെസ് ബ്ലോഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫുള്ള് ചെക്ക് ചെയ്യും, എന്റെ ക്യാമറയും എന്റെ ഫോണും എല്ലാം. അങ്ങനെ എന്നോട് വെച്ച് ഇന്ത്യ, ഷാറുഖ് ഖാൻ, അമിതാഭ്, എല്ലാവരും ഷാറുഖ് ഖാന്റെ അമിതാഭിന്റെയും ഫാനാ. അവസാനം ഓക്കെ ഗുഡ് ലക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അവരെപ്പോ ഒരു ഫുള്ളായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇറാഖിൽ ഭയങ്കര സംഭവം. ഗൂഗിൾ മാപ്പിൽ പോലും മര്യാദയ്ക്ക് സ്ഥലം കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ തപ്പുന്നു. ഇവിടെ ഒരു സ്ഥലം കാണുന്നുണ്ട്, തിക്രീത്ത് എത്തിയിട്ട് അബു അജീലെത്തിയാൽ ഇത് കാണാൻ പറ്റും. നോക്കി നോക്കാം. അതാണ് ഇനി ഇതും കഴിഞ്ഞിട്ട് അടുത്തുമ്പോഴത്തേക്ക് നേരം വെളുക്കലിട്ടുണ്ടാവാൻ. പീക്കോട്ടല്ല വണ്ടി, പെട്രോൾ മണക്കുന്നു അല്ലാണ്ട്. സദ്ദാമിനെ തേടി നമ്മൾ അങ്ങനെ തിക്രീത്തിലെത്തി. പക്ഷെ ഇനിയും സ്ഥലം കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ഇറാഖി ആർമീസ് എല്ലാം കുറച്ച് നല്ല, അങ്ങനെ ഒന്നും ഇതുവരെ എനിക്ക് മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു വരുന്നെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര കാര്യമാണ്. അവരുടെ 3 പ്രശ്നം ചോദിച്ചു, നിങ്ങളുടെ കൂടെ വേറെ ആരെയും ഉണ്ടോ, അവരെ പാസ്പോർട്ട് കൂടി കൊണ്ടുപോകാം. ഞാൻ പറയില്ല, ഞാൻ ഒറ്റക്ക്. സത്യം പറയും, നിങ്ങൾ ഒറ്റക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ഇവർ ഒറ്റക്കാവുന്നത്. സദ്ദാമിനെ തേടി നമ്മൾ തിക്രീത്ത് എത്തി. സദ്ദാമിന്റെ ജനിച്ച സ്ഥലമാണ് തിക്രീത്ത്, സദ്ദാമിനെ അടക്കം ചെയ്ത സ്ഥലമാണ് തിക്രീത്ത്. പക്ഷെ സദ്ദാമിന്റെ ശരിക്കുള്ള ഈ സ്ഥലം എവിടെയാന്ന് ആരും പറയുന്നില്ല, അതുകൊണ്ട് അത് അറിയാനും പറ്റുന്നില്ല. എന്തായാലും സദ്ദാമിനെ കുറിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ അറിയണമെന്നുണ്ട് ഭയങ്കര. കാരണം പണ്ടേ ഈ ചെറുപ്പത്തിൽ ഈ ന്യൂസെല്ലാം കേൾക്കുന്ന സമയത്ത് ഇറാഖ് ഇറാൻ യുദ്ധം, അല്ലെങ്കിൽ കുവൈത്ത് ഇറാഖ് യുദ്ധം, പിന്നെ സദ്ദാം എന്ന വലിയൊരു പോരാളി, ഒരു കണക്കിന് പോരാളി എന്ന് പറയാം, ഒരു കണക്കിന് എന്താ പറയണ്ടേ, ഒരു നാടിനെ ഫുള്ളും പിറപ്പിച്ച ഒരാള്, അല്ലെങ്കിൽ നാടിന്റെ നന്മക്കുള്ള ഒരാള്, അല്ലെങ്കിൽ നാടിന്റെ ഉള്ളിലത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ. അങ്ങനെ കുറെ രീതിയിൽ സദ്ദാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആളുകൾ മനസ്സിലാക്കി വെച്ച കുറെ നല്ലതുണ്ട് ചീത്തയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളെ തേടി ഞാൻ പോകുന്നത്. ഏകദേശം 600 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിക്കുന്നത്. നമ്മൾ എർബിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, തിക്രീത്തിലേക്ക്. ഒരു തുമ്പും ഇല്ല ഇതുവരെ, ആർക്കും ഒരു വ്യക്തമായ സ്ഥലവും പറഞ്ഞുതരാനില്ല. എന്നിട്ട് പോലീസെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ തിക്രീത്തിൽ എന്തിനാ പോകുന്നത് ചോദിച്ചപ്പോൾ ഞാൻ തിക്രീത്തിൽ ഒരു സ്ഥലം കാണാൻ പോകുന്ന പറഞ്ഞേ. അപ്പോൾ ഉള്ളിൽ ഭയങ്കര ആകാംക്ഷ, സദ്ദാം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ എന്താ പറയണ്ടേ ഏറ്റവും വലിയ പോരാളിയായ ഒരു പ്രസിഡന്റ്, അല്ലെങ്കിൽ അമേരിക്കൻ്റെ അധിനിവേശത്തെ ചെറുത്ത് നിന്ന ഒരു ആള്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ കുറേ കാര്യങ്ങൾ നടത്തിയ ആള്, അങ്ങനെ പല കഥകളുണ്ട്. ഈ സദ്ദാം തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഷേവിംഗ് ബ്ലേഡ് വരെ റേഷന് കൊടുത്ത് എന്നാണ് ചരിത്രം പറഞ്ഞത്. അത്ര പോലും സ്വന്തം ആളുകൾക്ക് അങ്ങനെയും പല രീതിയിൽ അവരെ സഹായിച്ച്, പിന്നെ കൂടെയുള്ള ആൾ ചതിച്ചിട്ടാണ് ഈ അമേരിക്കൻ പട്ടാളം വന്നിട്ട് കീഴ്പ്പെടുത്തുന്നത്. സദ്ദാമിന്റെ ലാസ്റ്റ് സമയത്തുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അതായത് തൂക്കിക്കൊല്ലുന്നതിന് മുന്നേ ജഡ്ജി പറയുന്ന നേരം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എന്താ പറയുക, എൻ്റെ രാജ്യക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നത്. I was drove more than 1,000 kilometers to visit Saddam's grave. As a solo traveler, as a history hunter, it's the biggest opportunity to me to find his grave. Saddam's birthplace, Tikrit,
is a small village in Iraq. നമ്മൾ സദ്ദാം ഹുസൈൻ്റെ ബോഡി വെച്ചെടുത്ത് വന്നതാ തിക്രീത്തിൽ. പക്ഷേങ്കിൽ 2 മണിക്കൂറായി നോക്കുന്നത്. ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന റോഡ് ഫുള്ളും ക്ലോസ് ചെയ്ത്. ഇതാണ് ഗൂഗിൾ മാപ്പ് കാണിച്ച റോഡ്. അത് 2 സൈഡിലും ക്ലോസ് ആക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇപ്പം പോകേണ്ടതെന്ന് അറിയില്ല. ഇറാഖിൽ അൽ ഔജ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡെഡ് ബോഡി വെച്ചിട്ടുള്ളത്. ആദ്യം ബാഗ്ദാദിന് തൂക്കിയ സമയത്ത് ബാഗ്ദാദിലൊരു കടൽ തീരത്തിലാണ് വെച്ചത്. ബാഗ്ദാദിലൊരു ബീച്ച് സൈഡിലേനും വെച്ചത്. അതിനുശേഷം 1 കൊല്ലം കഴിഞ്ഞിട്ട് തിക്രീത്താണ് സദ്ദാം ജനിച്ച സ്ഥലം. ഇവിടെ കൊണ്ടുവന്ന് മാപ്പിൽ സ്ഥലം കാണിക്കുന്നുണ്ട്. പക്ഷെ പോകുന്ന റോഡൊന്നും ഓപ്പൺ അല്ല. റോഡെല്ലാം ക്ലോസ് ചെയ്തതിന്. ഈ കാണുന്ന റോഡിലോട്ട് ഇറങ്ങി നോക്കണം. പക്ഷെ ഇതെങ്ങോട്ട് പോകുന്ന റോഡാണെന്ന് അറിഞ്ഞൂടാ. എന്നാലും പോയി നോക്കാം. So I'm trying to reach Saddam's grave. It's nearby Tikrit. ഇവിടെ ഒരു റൈറ്റ് കാണുന്നുണ്ട്. ഇത് ഇറാഖി ആർമിൻ്റെ പ്ലേസാണ്. പക്ഷെ എങ്കിലും ഇവിടെ ഇത് നോക്കിയാട്ടെ, ഇത് ഫുള്ളും തകർന്ന ഒരു സ്ഥലത്തോട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവിടെ ആർമി ക്ലോസ് ചെയ്തിട്ട് നമ്മളങ്ങ് കയറ്റി വിടുമെന്ന് അറിയില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് ഇവിടെ സദ്ദാമിന് ശേഷം ISISന്റെ യുദ്ധം നടന്ന സ്ഥലം. ഇവിടെ നമ്മൾ കയറ്റുമെന്ന് അറിയില്ല. അവിടെ ആർമി ക്ലോസ് ചെയ്തിട്ട് നമ്മളങ്ങ് കയറ്റി വിടുമെന്ന് അറിയില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നോക്ക്, ഫുള്ള് പൊട്ടിയിട്ട് അവിടെ ആർമി ഉണ്ട്. കയറ്റി വിടുമെന്ന് അറിയില്ല. ഇതാണ് ഇവിടെ സദ്ദാമിന് ശേഷം ISISന്റെ യുദ്ധം നടന്ന സ്ഥലം. ഇവിടെ നമ്മൾ കയറ്റുമെന്ന് അറിയില്ല. ചോദിച്ചു നോക്കാം. ഫുള്ള് ഇവിടെ ഇതാണല്ലോ. ഇതെങ്ങനെ ഇപ്പൊ കയറ്റാ അവര്? ഇവിടെ ആർമിന്റെ ഇതുണ്ടല്ലോ. ഇനിയിപ്പോൾ അത് ചോദിച്ചാൽ കയറ്റി വിടുമെന്ന് അറിഞ്ഞൂടാ. പാസ്പോർട്ട് കൊടുത്തോക്കാം. സോ വി ആർ റീച്ച്ഡ് ഇൻ അൽ ഔജ. Where is Al Auja? Al Auja. لا احنا نطلع موصل Mosul. No, Saddam's body. صدام Saddam. والله يا No place. هاي الحوجة Auja, right? هاي الحوجة ايه Okay. Where أين Saddam's body? Saddam's ميت body. صدام حسين Saddam Hussein. هاي هي منطقته Right? ايه على هاي. شاكو حاجي يا اختي Shaku? هذا شيء الله يرحمه صدام Assalamu alaikum. Coming from India. ما ايراني India. Hind. هندي هند Go Auja. عودة Auja. يعني راجع هنا عودة انت شنو؟ No, Auja then come back. عربي ماكو ماكو عربي؟ No. المهم أنا يجي Auja then come Tikrit. تكريت ايه تكريت تكريت No. Auja. مستشفى؟ Nearby. يعني انت تفترين؟ ها. Auja. Auja. ترجين تفتري بالعوجة؟ ما في Auja then Tikrit. ماكو هنا بس مستشفى Then go then come back. ما يصير تدخين والله ما يصير تدخين No. Then go then come back. ترجم. ترجم اوكي. ترجمة مترجم ترجمة ايه أوكي. هذا عربي ترى عري انجلش جاي من الهند اللي جاي واحد هيك يمكن سياحة والله ها سياحة بس الباب الباب. اوف my dress. اوكي. دقيقة نو ممنوع No. ممنوع. For ممنوع
No, there is a تقول ساذهب ثم اعود. ايه ما يصير. No. ممنوع. no for Saddam grave. اي نعم نعم تجي تشوف قبل. Problem? ايه لا ممنوع. No shoe. لا نو. فلش يلقى. لا فلش. فلش for ايه ايه ممنوع احد يعبر منه. ممنوع. بوليس. police. ايه يلا. Okay. والله. Then this plot, no? No. There is no road. ممنوع. Oh, okay. هاي بنيه. ليه؟ اعطيها تفترض. افترض. What is it? Go. يعني No, Saddam. No, Saddam. I'm asking. Go then back. No. نو. No hospital shoe. نو دخول نو دخول. No dukhul. اي نو. He's coming, I think. لا دخول لا دخول. Okay. Malish. From India. ايه Then go, then come back for shoe. ممنوع. Mamnu. عادي. Problem. ممنوع. Ana right. ما يخالف. ها. Ahbar, no اي ما يصير problem. احسن ما كلبي. Okay. This one. No go. Okay. على عربي ما مسكين. لا. No. لا. No going. Okay. Okay. ممنوع. No. Okay. اوكي يلا. Okay. Yeah. يطلع هذا خليه يطلع. This one. هذا خليه يطلع. لا. ارجع لي ورا شوي. Okay. Birthplace. ايه No. Home. No birthplace. لا هذا الافرج. شحن. Assalamu alaikum. Coming from India. I'm writer. شو الترجمة؟ This place. ما شفته. نالا. No. Problem. يلا غريب كذا. No shoe. نو. تعال بقى. Okay. 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 എന്റെ മക്കളെ സദ്ദാമിനെ കാണാൻ വന്നിട്ട് സദ്ദാമിന്റെ സ്ഥലത്തൊന്നും അവര് ഓക്കെ കണ്ട ഇവര് ഞാൻ പറഞ്ഞില്ല ഇവരെല്ലാം അടച്ചതാ റോഡ് നമുക്കങ്ങനെ പോവാൻ പറ്റില്ല ഭയങ്കര ഒരു കഷ്ടായിപ്പോയി പോകാൻ പറ്റാത്തത് Okay. Okay. ممنوع. No. Okay. اوكي يلا. Okay. Yeah. يطلع هذا خليه يطلع. This one. هذا خليه يطلع. ارجع لي ورا. Okay. ليش هنا؟ هاي عربي. Birthplace. ايه No. Home. No birthplace. لا هذا الافرج. شحن. Assalamu alaikum. Coming from India. I'm writer. ഏകദേശം 20 മിനിറ്റ് ഞാനും ഇറാഖി ആർമിയുമായി സംസാരിച്ചു. സദ്ദാം എന്ന വ്യക്തി അവർക്കാരാണെന്നോ എനിക്കാരാണെന്നോ ഒന്നുമല്ല അവിടെ നോക്കിയത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ കാണുന്ന 500 മീറ്റർ ചുറ്റളവിനിടയിലാണ് സദ്ദാമിൻ്റെ ബോഡിയുള്ളത്. ഗൂഗിളിൽ കാണിക്കുന്ന പോലെ ഇറാഖിലെ അൽ ഔജയിൽ തന്നെയാണ് സദ്ദാമിൻ്റെ ബോഡി.
ഇറാഖിൽ വെച്ച് തൂക്കിലേറ്റിയപ്പോൾ ആദ്യം അടക്കം ചെയ്തത് ബാഗ്ദാദിൻ്റെ ഒരു കടൽ തീരത്താണ്. അതിനുശേഷം ജന്മദേശമായ തിക്രീത്തിൽ അൽ ഔജയിൽ ഖബറടക്കുകയായിരുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സദ്ദാം എന്ന് പറയുന്ന വലിയ പോരാളി ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഇറാഖിലെ ഈ തലമുറയിലും ജീവിച്ചിരിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇത്രയും ദൂരെ വന്നത് വെറുതെ ആയില്ല. അനേകായിരം പട്ടാളക്കാരുടെ ഇടയിലാണ് സദ്ദാം ഹുസൈൻ്റെ ഖബറിടവുമുള്ളത്. തിക്രീത്തിലെ ഈ അൽ ഔജയിൽ ഇറാഖി പട്ടാളക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഖബർസ്ഥാനുണ്ട്. അവിടെയാണ് സദ്ദാം ഹുസൈൻ ഉള്ളത്. ഞാൻ അവരോട് പോയി ചോദിച്ച് സദ്ദാമിന്റെ ഖബറ് കാണാൻ പറ്റുമോ. അന്നേരം അവര് പറഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞ് പ്രശ്നമാണ്, പിടിച്ചുകൊണ്ടുപോകും, പോലീസ് ആർമി നല്ല ആർമി ആയതുകൊണ്ട് അവരോട് അങ്ങനെ പറഞ്ഞേ. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ, 2 റോഡ് അവര് ക്ലോസ് ചെയ്തിന്. സദ്ദാം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പോലും ഇറാഖില് സദ്ദാമിനെ കുറിച്ച് അറിയാൻ വേണ്ടി കുറെ ആൾക്കാരോട് ഇറാഖിൽ സദ്ദാമിനെ കുറിച്ച് അറിയാൻ വേണ്ടി കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലും കുറെ കമന്റ് വന്നു. ഞാൻ എന്റെ ഉള്ള ധൈര്യം വെച്ചിട്ട് സദ്ദാമിന്റെ ഖബറിന്റെ അടുത്ത്, അതായത് ബോഡി വെച്ചെടുത്ത് വന്ന് നോക്കിയ സമയത്ത്, ഗ്രേവ്സിൽ വന്ന സമയത്ത് അവര് പറഞ്ഞ് അങ്ങോട്ട് അലോ ചെയ്യൂല, അവിടെ ഫുള്ളും ആർമി ഓക്യുപ്പൈഡ് ആയ സ്ഥലമാണ്. ഇതാ നമ്മൾ വന്ന സ്ഥലം. ഇത് ISSന്റെ എല്ലാം യുദ്ധം നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഫുള്ള് വീടെല്ലാം പൊട്ടിയിട്ട് ശരിക്കും ഫൈലാക്ക പോലെ തന്നെ ഉണ്ട്. ഇത് അവരായത് കൊണ്ട് എന്നോട് പറഞ്ഞ് വേഗം പോയിക്കോ, അല്ലെങ്കിൽ വേറെ ആരെയും കണ്ടില്ലെങ്കിൽ പ്രശ്നമാവുന്നു. ആ പോലീസുകാർ നല്ലതായതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇത് വേറെ ആരെങ്കിലും പറയണമെങ്കിൽ അപ്പാട് എന്താ പറയാ ജയിലിൽ കൊണ്ടുപോയി പിടിച്ചിടുന്ന് പറഞ്ഞു. നമുക്ക് സദ്ദാമിന്റെ സ്ഥലം കാണാൻ പറ്റിയില്ല. കാരണം ആടെ ഗ്രേവിന്റെ അടുത്ത് ആരെയും കയറ്റൂല. ഇതിന്റെ ഉള്ളിൽ ഫുൾ ഇത് നോക്കിയട്ടെ, ഇതിന്റെ ഉള്ളിൽ ഫുള്ളും ആർമീസ് ആണ്. واقف انه نتلو قرار الحكم، استمع الى قرار المحكمه واقفا. اسمع القرارات. اي واقفا، كن لا تطويل. يلا جوزوا منا لا تطويل. حكي وياك. قررت المحكمه الحكم على المدان. സദ്ദാം ഹുസൈൻ മജീദ് അൽ തിക്രീതി ഇറാഖിൻ്റെ പ്രസിഡന്റായും പ്രധാനമന്ത്രിയായും ഇറാഖിനെ ലോകത്തിന് മുന്നിൽ നയിച്ച വിപ്ലവ സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടിയുടെ പ്രധാന അംഗമാണവർ. 1970കളിൽ എണ്ണപ്പണത്തിലൂടെ ഇറാഖിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അങ്ങേയറ്റം എത്തിച്ച മനുഷ്യൻ. സദ്ദാമിൻ്റെ പാർട്ടിയോട് എതിരിടാൻ ഷിയ കുർദുകൾക്ക് സാധിച്ചില്ല. ഇറാൻ ഇറാഖ് കുവൈത്ത് യുദ്ധത്തിൽ സദ്ദാമിൻ്റെ സുരക്ഷാ സൈന്യം കൊന്നുതള്ളിയത് 2 ലക്ഷത്തിലേറെ പേരെന്നാണ് കണക്ക്. ഇറാഖ് എന്ന രാജ്യം ഗൾഫ് മേഖലയിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്നു സദ്ദാമിൻ്റെ കാലത്ത്. ഒന്നുമില്ലാതിരുന്ന ഒരു രാജ്യത്തെ എല്ലാ ഉന്നതിയിലേക്കും സമ്പത്തിലേക്കും എത്തിച്ച അധിപനായിരുന്നു സദ്ദാം ഹുസൈൻ. സദ്ദാമിനെ കുറിച്ച് 2 കാര്യങ്ങൾ പറയാം. ധീരനായ പോരാളിയെന്നോ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികൊടുത്തു എന്ന ഒരാളെന്ന പേരിലോ പറയാം. പക്ഷേ അനേകായിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകളെ യുദ്ധക്കൊതിയിലൂടെ വകവരുത്തിയ ഒരാളായിട്ടും സദ്ദാം ഹുസൈനെ കാണാം. എന്നിരുന്നാൽ പോലും ഇറാഖ് എന്ന രാജ്യത്തെ ഇന്ന് നമ്മൾ കാണുന്ന ബാഗ്ദാദിലെ എല്ലാ സ്കൂളുകളും ഹോസ്പിറ്റലുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും സദ്ദാമിൻ്റെ സംഭാവനയാണ്. ചുരുക്കി പറഞ്ഞാൽ സദ്ദാമിൻ്റെ കാലത്തിന് ശേഷം ഇറാഖിന് കാര്യമായ ഒരു പുരോഗതിയുമില്ല. പട്ടിണി രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ഒരു രീതിയിലും സമ്പന്നതയിലേക്ക് എത്താത്ത ഒരു രാജ്യമായും ഇറാഖ് മാറി. ഇറാഖിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കാം.
സദ്ദാം എന്ന് പറയുന്ന വലിയ പോരാളിയെ അമേരിക്ക കീഴ്പ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചത് ഇറാഖിലുള്ള അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടികളെ തന്നെയായിരുന്നു. 2003 ലോക പോലീസായ അമേരിക്ക ഇറാഖ് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആയുധം കൈവശം വെച്ചുവെന്നും അൽ ഖ്വയ്ദയുമായി ബന്ധമുണ്ടെന്നും ആരോപിച്ച് സദ്ദാമിനെ ചതിച്ചു കീഴ്പ്പെടുത്തി. ബാത്ത് പാർട്ടി പിരിച്ചുവിട്ടു. ഏതൊരു വിപ്ലവകാരിയെയും പോരാളിയെയും ചതിയിലൂടെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. സദ്ദാം നല്ലവനോ ക്രൂരനോ ആവട്ടെ, പക്ഷേ അദ്ദേഹം ഇറാഖ് എന്ന രാജ്യത്തിനെ മറ്റു കുത്തക രാജ്യങ്ങൾക്ക് അധിനിവേശം ചെയ്യാൻ വിട്ടുകൊടുക്കാതെ സമ്പന്നമാക്കിയും സാമ്പത്തിക പ്രാപ്തിയും നൽകിയതാണ്. ഒരു കാലത്തെ ഗൾഫ് സമ്പന്ന രാജ്യമായിരുന്നു ഇന്നത്തെ ഇറാഖ്. ഇറാഖിൻ്റെ രാഷ്ട്രപതി ആയപ്പോൾ സദ്ദാം ഒരു ശക്തമായ സർക്കാർ രൂപീകരിച്ചു. രാജ്യത്ത് ശക്തിയും സ്ഥിരതയും സദ്ദാം ഉറപ്പിച്ചു. ഇറാഖിനെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുവാൻ ഇത് കാരണമായി. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഇറാഖ് യുദ്ധം 1980-1988, ഗൾഫ് യുദ്ധം 1991 എന്നിവ നടന്നത്. ഈ ഗൾഫ് യുദ്ധം ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ചതാണ്. കുവൈത്തിൽ എൻ്റെ യാത്രയിൽ ഫൈലാക്ക ദ്വീപിലേക്ക് പോയപ്പോൾ അവിടെ പ്രേതനഗരമാക്കപ്പെട്ട ഒരു ഐലൻഡിനെ കണ്ടു. അതാണ് ഫൈലാക്ക. യുദ്ധം കൊണ്ട് ഇന്നേ വരെ ഏവർക്കും നഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സദ്ദാമിൻ്റെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഓരോ മുന്നേറ്റങ്ങളെയും അദ്ദേഹം അടിച്ചമർത്തി. വടക്കുകിഴക്കൻ മേഖലയിലെ കുർദ വംശജർക്കെതിരെ അൻഫാൽ ഓപ്പറേഷൻ എന്ന പേരിൽ 6 ലക്ഷം പേരെയാണ് സദ്ദാം കൊലപ്പെടുത്തിയത്. ഇന്നും ഷിയാക്കളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സദ്ദാം എന്ന ഒരാളുടെ പേര് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഒരു കാര്യം അവർ ഉറപ്പിച്ചു പറയുന്നു: സദ്ദാം എന്ന വീരപോരാളി ഇറാഖിനെ 100% വികസനത്തിലെത്തിച്ച ഒരാളാണ്. എന്നാൽ അതേപോലെ കുർദുകളെയും ഷിയാക്കളെയും കൊന്നൊടുക്കിയ ആളുമാണ്. സദ്ദാം എന്ന് പറയുന്ന ധീര പോരാളിയെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അധിപനായി കാണാം. സുന്നി ഇറാഖികളുടെ ഇടയിലും അറബ് വംശജരുടെ ഇടയിലും അദ്ദേഹം ഒരു ജനകീയ നായകനായി. ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ നിലകൊണ്ട ഭരണാധികാരിയായിരുന്നു സദ്ദാം ഹുസൈൻ. അതാണ് ഈ പ്രീതിക്ക് കാരണം. അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് സദ്ദാമിനോട് അധികാരമൊഴിയാൻ ഉപദേശിച്ചു. സദ്ദാം ഇത് നിരസിച്ചു. അമേരിക്ക ഇറാഖിലേക്ക് സൈനിക നീക്കം ആരംഭിക്കുകയും മാസങ്ങളോളം യുദ്ധം തുടർന്ന് ഇറാഖ് സൈന്യത്തെ കീഴടക്കി സദ്ദാം ഭരണം അവസാനിപ്പിക്കുകയുമുണ്ടായി. ഒളിച്ചിരുന്ന സദ്ദാം 2003 ഡിസംബർ 13 പിടിക്കപ്പെട്ടു. അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസ് ഓരോ രാജ്യങ്ങളുടെയും മേലിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമാണ്. തിക്രീത് അൽ ഔജിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞതാണ് ഈ കാണുന്ന 90%, 70% പൊളിഞ്ഞ ബിൽഡിങ്ങുകൾ. ഒരു കാലത്തെ ഇറാഖ് യുദ്ധത്തിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ ജീവനും സ്വത്തുക്കളും. ലക്ഷക്കണക്കിന് ഷിയാക്കളെയും കുർദുക്കളെയും കൊന്നൊടുക്കിയ സദ്ദാമിനോട് ഇന്നും ഇറാഖിലെ ജനങ്ങൾക്ക് വെറുപ്പ് മാത്രമാണ്. എന്നിരുന്നാൽ പോലും സദ്ദാം ഒരിക്കൽ കൂടി ജനിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സദ്ദാം ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇറാഖ് എന്ന രാജ്യത്തിന് ഈ അവസ്ഥ വരില്ല എന്ന് വിശ്വസിക്കുന്ന 100% പേരെയും ഞാൻ രാജ്യത്ത് കണ്ടു. ഹുസൈൻ്റെ ഖബറുള്ളത് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ ഭാഗത്ത് പോകുന്നതിന് തന്നെ പണ്ടത്തെ പൊട്ടിപ്പൊളിഞ്ഞ കുറേ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും.
പൂർണ്ണമായും നശിക്കപ്പെട്ട ഇതുപോലത്തെ ബിൽഡിങ്ങുകളും ഒരു മഹാരാജ്യം എങ്ങനെ ഈ അവസ്ഥയിലായി എന്നുള്ള ചിന്തിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുമായിരുന്നു തിക്രീത്തിൽ ഞാൻ കണ്ടത്. സദ്ദാം ഹുസൈൻ എന്ന ഇറാഖിൻ്റെ ഭരണാധികാരിയെ ചതിയിലൂടെ അല്ലാതെ അമേരിക്കയ്ക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സദ്ദാമിൻ്റെ കൂടെയുള്ള ആൾ തന്നെയാണ് അദ്ദേഹത്തെ ചതിച്ചു. സദ്ദാമിൻ്റെ കാലത്ത് ആളുകൾക്ക് ഷേവിംഗ് ബ്ലേഡുകൾ വരെ റേഷനായി കിട്ടിയിരുന്നു എന്നായിരുന്നു ചരിത്രം. ദുബായിയുടെ രാജാവ് റാഷിദ് അൽ മക്തൂം ഒരു ദിവസം ഇറാഖ് സന്ദർശിച്ചപ്പോൾ ദുബായ് ബാഗ്ദാദ് പോലെ കൊണ്ടുവരണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാണ് ചരിത്രം പറയുന്നത്. നവംബർ 5 സദ്ദാമിനെ മനുഷ്യത്വത്തിനെതിരായി ഉള്ള കുറ്റങ്ങളുടെ പേരിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുകയും സദ്ദാമിൻ്റെ അപ്പീൽ പരമോന്നത കോടതി 2006 ഡിസംബർ 26 തള്ളുകയും ചെയ്തു. അങ്ങനെയിരിക്കെ 2006 ഒരു പെരുന്നാൾ ദിവസം ഡിസംബർ 30 രാവിലെ 6 മണിക്ക് സദ്ദാം ഹുസൈൻ മജീദ് അൽ തിക്രിത്തി എന്ന ഇറാഖിൻ്റെ വലിയ പോരാളി ഈ ലോകത്തോട് വിട പറഞ്ഞു. സദ്ദാമിനു ശേഷം അമേരിക്കയുടെ നിയന്ത്രണത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യം പുനഃസ്ഥാപിച്ചു. കുർദ് വംശജനായ ജലാൽ തലബാനിയെ പ്രസിഡന്റാക്കി മാറ്റുകയും ചെയ്തു. തിക്രീത്തിൻ്റെ ഈ ചുവന്ന മണ്ണിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുടനീളം സദ്ദാമിൻ്റെ കാലവും ആ കാലത്തെ പോരാട്ടവും അധിനിവേശവും അമേരിക്കയും ഇറാൻ കുവൈത്ത് യുദ്ധവും തന്നെയായിരുന്നു. ഇന്ന് ഇറാഖിൽ സദ്ദാമിൻ്റെ പേരിൽ ഒരു റോഡോ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റോ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. സദ്ദാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പോലും എവിടെയും ആരും എടുത്തു പറയുന്നുമില്ല. പക്ഷേ ചരിത്രങ്ങൾക്കിടയിൽ, വീരപോരാളികൾക്കിടയിൽ, എല്ലാ മനുഷ്യരുടെയും ഇടയിൽ സദ്ദാം ജീവിക്കുന്നു. ഡിസംബർ 30 തൂക്കുകയറിൻ്റെ മുന്നിൽ നിന്ന് സദ്ദാമിൻ്റെ അവസാന വാക്ക് ഇങ്ങനെയാണ്: അല്ലാഹു ആണ് വലുത്, അല്ലാഹു ആണ് വലുത്, അല്ലാഹു ആണ് വലുത്. മുസ്ലിം ജനതയ്ക്ക് വിജയം ലഭിക്കും. ഫലസ്തീൻ അറബ് പ്രദേശമാണ്. സ്വന്തം നാടിനെ സ്നേഹിച്ച, ആ നാടിനെ മറ്റുള്ളവർക്ക് അധിനിവേശത്തിന് വിട്ടുകൊടുക്കാത്ത വീരപോരാളിയായ സദ്ദാം ഹുസൈൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രം അവിടെ അവസാനിക്കുന്നു. സദ്ദാം ഒരുപക്ഷെ പോരാളിയാകാം, ഒരുപക്ഷെ ക്രൂരനുമാവാം. എന്നിരുന്നാൽ പോലും ഓരോ രാജ്യത്തിൻ്റെയും അധിപൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടം നേടുന്ന ആളാണ്. സദ്ദാം ഹുസൈൻ മജീദ് അൽ തിക്രിത്തി, താങ്കളുടെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ്.